തുടരുന്നു. അതിദരിദ്രർ അപ്രത്യക്ഷരായോ എന്നാണ് ചോദ്യം. പി സുനിൽ കൂടിയുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. പി സുനിൽ, നമ്മൾ ഇന്നിപ്പോൾ ആദിൽ പാലോടിൻ്റെ ബീഹാറിലെ ചില റിപ്പോർട്ടുകളൊക്കെ കാണുകയായിരുന്നു. നമ്മളിവിടെ അതിദരിദ്രരെ കുറിച്ച് സംസാരിക്കുന്നു, അവിടെ ദരിദ്രരുടെ ഗ്രാമങ്ങളെക്കുറിച്ചാണ് ആദിൽ പാലോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം കേരളത്തിന് പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പി സുനിൽ. ഇപ്പോൾ ഈ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം കാണുമ്പോൾ പി സുനിൽ എന്ത് തോന്നുന്നു? നമ്മുടെ നാട്ടിൽ അവർ അപ്രത്യക്ഷരായോ? ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരിൽ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് പട്നയിലൊരു കടയിൽ ചായ കുടിച്ചുകൊണ്ട് അവിടുത്തെ കടക്കാരനോട് ചോദിച്ചു, ഈ ദാരിദ്ര്യമൊക്കെ കൂടുതലുള്ള മേഖലകളിലേക്ക് പോകാൻ ഏതിൽ പോകണം, എങ്ങനെ പോകണം, എത്ര ദൂരം പോകണം എന്ന് അന്വേഷിച്ചു. അപ്പം ചായക്കടക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ നഗരമൊന്ന് വിട്ടാൽ മതി, പിന്നീട് അത് മാത്രമേ ഉള്ളൂ ബീഹാറിൽ കാണാൻ എന്നാണ്. അപ്പം അതാണ് ബീഹാറിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ ആ നഗരത്തിൽ തന്നെയുണ്ട് ഏറ്റവും വലിയ ചേരി. അപ്പോൾ അതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഡൽഹി, ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് അണ്ണാനഗർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചേരിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ആ ചേരി ഞാൻ കാണുന്നുണ്ട്, ഒരു മാറ്റവുമില്ല. ഡൽഹിയിൽ കഴിഞ്ഞ 20-22 വർഷമായി ഒരു മാറ്റവുമില്ലാതെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. ചേരികളൊക്കെ പോയി ഇടിച്ചു നിരത്തുന്നുണ്ട്, അവരതുപോലെ ഇറക്കി വിടുകയാണ് തെരുവിലേക്ക്. അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം കൊടുക്കുന്നില്ല, ഒരു സംവിധാനവുമില്ല. യമുനയിൽ വെള്ളം കയറുമ്പോൾ ഒരുപാട് മനുഷ്യരിങ്ങനെ റോഡരികിൽ വന്ന് കിടക്കും, പിന്നീട് ആ വെള്ളം ഇറങ്ങാനായിട്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ മഴക്കാലത്ത് നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. ഇതാണ് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ കാണുന്നത്. അപ്പോൾ ബീമാരി സ്റ്റേറ്റുകളെന്നാണ് ഈ ബീഹാറിനെയും രാജസ്ഥാനിനെയും അതുപോലെ മധ്യപ്രദേശിനെയും ഉത്തർപ്രദേശിനെയും ഒക്കെ തന്നെ വിളിക്കുന്നത്. ആ സ്റ്റേറ്റുകൾക്കൊരിക്കലും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. കരകയറുക എന്നത് അത്ര എളുപ്പവുമല്ല. ജനസംഖ്യയുടെ കാര്യത്തിലടക്കം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നല്ല, കേരളത്തിലെ ഒരു സംസ്ഥാനവുമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും കേരളത്തെ ചേർത്ത് വെക്കാനേ പറ്റില്ല. ആ നിലയിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രഖ്യാപനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കേരളത്തിന് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വലിയ ഉയർന്ന ചിന്താഗതി കേരളത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കുകയാണ്. അത് തീർച്ചയായും ഇത് ഇങ്ങനെ പ്രഖ്യാപിച്ചതുകൊണ്ട് കേരളത്തിൽ എല്ലാ മനുഷ്യരും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന അർത്ഥമില്ല, അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന അർത്ഥമില്ല. ചിലപ്പോൾ 1-2 ആളുകൾ ഉണ്ടാകാം, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകളുണ്ടാകാം. ഇപ്പോൾ നാളെ റോഡരികിൽ ഒരാൾ കിടക്കുന്നു, അദ്ദേഹത്തിന് വീടില്ല, ഇദ്ദേഹം അതിദരിദ്രനാണ് എന്നൊക്കെ പറഞ്ഞുള്ള സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് ആ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതാണ് മാറ്റം. അതാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ ഞാൻ കാണുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഒരു അഭിമാന നേട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇനി ഇങ്ങനെ പ്രഖ്യാപിച്ചതുകൊണ്ട് കേരളത്തിനിതാ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊന്നുമില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സഹായമൊക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പറഞ്ഞത്. ഇനി കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു സഹായവും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ സഹായത്തിൻ്റെ കാര്യത്തൊക്കെ നമുക്കറിയാം. 14ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് നൽകിയ ആ കാലത്ത് ഏതാണ്ട് 3.98% കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി വിഹിതം. അവിടെ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ അത് 1.92% കുറഞ്ഞു. അപ്പോൾ കേരളം ഇത് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചാൽ പോലും കേന്ദ്രം ഇതൊക്കെ തന്നെ പഠിച്ച് കൃത്യമായി കേരളത്തിന് കുറയ്ക്കേണ്ടതൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക വിഹിതമൊക്കെ തന്നെ കുറച്ച് വരുന്നൊരു സാഹചര്യമാണ്. കാരണം കേരളത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, മറ്റ് സാമ്പത്തിക സാഹചര്യങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, നമുക്കറിയാം ഗൾഫ് മണിയൊക്കെ തന്നെ കേരളത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 50കൾക്ക് ശേഷമൊക്കെ തന്നെ കേരളത്തിൽ ഘട്ടം ഘട്ടമായി ഉണ്ടായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ തന്നെ കേരളം എടുത്തിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടം മാത്രമല്ല, അതിനു മുൻപ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണ്, അതിനു മുൻപ് കേരളം ഭരിച്ച VS അച്യുതാനന്ദൻ്റെ നേട്ടമാണ്, അതിനു മുൻപ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെയും AK ആൻ്റണിയുടെയും അതുപോലെ ലീഡറുടെയും EMSൻ്റെയും ഒക്കെ നേട്ടമാണ്. ഭൂപരിഷ്കരണം നടപ്പാക്കി തുടങ്ങി ഉള്ള കേരളം എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളുടെയും തുടർച്ചയാണ് ഇന്നത്തെ ഒരു നേട്ടം. അപ്പോൾ ആ നേട്ടത്തിൽ നിന്നുകൊണ്ട് ഇനി ഒരു അതിദരിദ്ര
സമൂഹത്തെ ഇല്ലാതാക്കാൻ, അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ഇല്ലാതാക്കാൻ, ഒരു ദരിദ്ര കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതിദരിദ്രനായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു വരുമാനം നിലച്ചാൽ ചിലപ്പോൾ അവർ ആ സാഹചര്യത്തിലേക്ക് വീണു പോയേക്കാം. അപ്പോൾ അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന് വളരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2030 ലോകത്താകെ അതിദരിദ്രരെ ഇല്ലാതാക്കുക എന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ അതിനുശേഷം കോവിഡ് വന്നു, പിന്നീട് പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പക്ഷേ അതൊക്കെ അതിജീവിക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. ചൈന ആണ് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നത്. പക്ഷേ അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും കേരളത്തിന് ആ ഒരു പ്രഖ്യാപനം നടത്തുന്നതിലേക്ക് എത്താൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏതായാലും കേരള സർക്കാർ ഇപ്പോൾ ഒരു പഠനമൊക്കെ നടത്തി, ഒരു സർവേ ഒക്കെ നടത്തി, ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ മുതൽ ഇപ്പോൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഇനി മണ്ണിലിറങ്ങി നടന്നാൽ പുതിയ ആളുകളെ കണ്ടെത്തുമായിരിക്കും. പക്ഷെ അവരെയൊക്കെ തന്നെ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള ശേഷിയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ, സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ 100% ആളുകളും സാക്ഷരരായതുകൊണ്ടല്ലോ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പ്രഖ്യാപിക്കുന്നത്. 90%, 95%, 96% ആളുകൾ സാക്ഷരരായതുകൊണ്ട് അതൊരു സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിക്കാനുള്ളൊരു ശേഷിയിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. അതേ നിലയിൽ ദരിദ്ര മുക്ത 46,006 എന്നൊരു കണക്ക്, 64,006 എന്നൊരു കണക്ക് പറയുമ്പോൾ ഒരു കണക്കാണല്ലോ. ആ കണക്കാണ് ഒരു പ്രശ്നം. ആ കണക്ക് വെച്ചതുകൊണ്ടാണ് പ്രശ്നം. അല്ലാതെ കേരളവും മറ്റു സംസ്ഥാനങ്ങളും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല, അത് ഞാൻ പറയാം. അതിപ്പോൾ സർക്കാർ നടത്തിയ, ഇപ്പോൾ കിലയാണല്ലോ സർവേ നടത്തിയത്, കിലയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ കില ഒരു സർവേ നടത്തുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കില ഡാറ്റകൾ ശേഖരിക്കുന്നു. അപ്പോൾ അതിൽ വിട്ടുപോയിട്ടുണ്ടാകാം, ചിലപ്പോൾ അവരുടെ കണക്കുകളിൽ വിട്ടുപോയിട്ടുണ്ടാകും. അവർ സർവേ നടത്തുമ്പോൾ ചിലപ്പോൾ അതിൽ പെടാത്ത ആളുകളുണ്ടാകാം, ചിലപ്പോൾ അവരുടെ ഈ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ടാകാം. അതെന്ന് ആരോ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് പരിഹരിക്കാനുള്ളൊരു ശേഷിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ, പ്രളയം വന്നില്ലേ കേരളത്തിൽ പ്രളയം വന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നില്ലേ? ലോകത്തുള്ള എല്ലാ മലയാളികളും കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നില്ലേ? ആ ഒരു ഐക്യത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു മാറും. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തമുണ്ടായി, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ച സഹായം കിട്ടിയില്ലല്ലോ. പക്ഷേ കേരളം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചില്ലേ? ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നില്ലേ? ഇപ്പോൾ അവിടുത്തെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു കേരളത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അതേസമയം നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കൂ. ഉത്തരാഖണ്ഡിൽ നേരത്തെ ഉണ്ടായിരുന്ന 2013 ഒരു വലിയ ദുരന്തമുണ്ടല്ലോ. ആ ദുരന്തം അന്ന് ആ ദുരന്തത്തിൽ ഒലിച്ചു പോയത് എത്രയോ വീടുകളാണ്. പിന്നീട് ആ വീടുകളൊന്നും തന്നെ പുനഃസ്ഥാപിക്കാനോ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഉണ്ടാക്കി കൊടുക്കാനോ എത്രയോ കാലമായിട്ടും സാധിച്ചിട്ടില്ല. ബീഹാറിൽ അവിടുത്തെ കോശി നദി അവിടുത്തെ ഒരുപാട് ഗ്രാമങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോയി, ഒരുപാട് മനുഷ്യരെ. കോശി നദി ബീഹാറിന്റെ കണ്ണീരാണെന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യം. കോസിയാന്ന് പറയായിരുന്നു. കോസി കേട്ടില്ല. ഷായല്ല, സായാന്ന്. കോസി, സോറി, ശരിയാ. അപ്പം അതെ. അപ്പോൾ ഞാൻ പറയുന്നത് ബീഹാറിൻ്റെ കണ്ണീരാണെന്നാണ് ഈ കോസി നദിയെ പറയുന്നത്. അപ്പം അത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം എത്രയോ ബെറ്ററാണ്. അപ്പം നമ്മളത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അങ്ങനെ ആർക്കും താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അപ്രത്യക്ഷനായി അതിദരിദ്രർ എന്നാണ് പി ആർ സുനിൽ പറയുന്നത്. അതെ, അല്ല, ഈ സർക്കാർ കണ്ടെത്തിയ ഡാറ്റ അനുസരിച്ച് സർക്കാരിൻ്റെ കിലയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കിട്ടിയ ഡാറ്റ അനുസരിച്ച് ആ സർക്കാരിൻ്റെ പട്ടികയിലുള്ള എല്ലാവരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി. അപ്പോൾ സർക്കാരിന് പ്രഖ്യാപിച്ചൂടെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സം? ഇനിയുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ ഡാറ്റ അനുസരിച്ച്, സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ഞാൻ അംഗീകരിക്കുന്നതാണ്. Meet the editors.